പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കനത്ത ജാഗ്രതയിൽ തൃശൂർ പോലീസ്. അക്രമം, പിടിച്ചുപറി, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം എന്നിവ തടയാൻ പ്രത്യേക പദ്ധതി. 700 പോലീസുകാരെ ജില്ലയിൽ അധികമായി വിന്യസിച്ചു. എരവത്തൂരിലെ ഫാമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒഡീഷ സ്വദേശിയുടെ മരണം വൈദ്യുതാഘാതമേറ്റാണെന്ന് തെളിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടെ താമസിക്കുന്ന 2 ഒഡീഷ സ്വദേശികളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും ഉത്സവപ്പറമ്പിലെ പോക്കറ്റെടുക്കാരെ പോലെയെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. വല്ലച്ചിറയിൽ വോട്ട് അസാധുവാക്കി ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ലെന്നും ടാജറ്റിന്റെ ചോദ്യം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശദമായ വാർത്തകൾ നോക്കാം. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കനത്ത ജാഗ്രതയിൽ തൃശൂർ പോലീസ്. അക്രമം, പിടിച്ചുപറി, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം എന്നിവ തടയാൻ പ്രത്യേക പദ്ധതി. 700 പോലീസുകാരെ ജില്ലയിൽ അധികമായി വിന്യസിച്ചു. അനധികൃത മദ്യവിൽപ്പന, മയക്കുമരുന്ന് ഉപയോഗം, പൊതുസ്ഥലത്തെ മദ്യപാനം, അനുമതി വാങ്ങാതെയും ശബ്ദപരിധി ലംഘിച്ചുമുള്ള ഉച്ചഭാഷിണി ഉപയോഗം എന്നിവയ്ക്കെതിരെ കർശന നടപടിയെടുക്കും. കുഴൂർ എരവത്തൂരിൽ അയൽ സംസ്ഥാന തൊഴിലാളി ഷോക്കേറ്റു മരിച്ചു. എരവത്തൂർ ജിജികുമാറിന്റെ പശുഫാമിൽ ജോലി നോക്കിയിരുന്ന അജിത് എന്നയാളെയാണ് കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കൾ രാവിലെ മരിച്ചതാണെന്ന സംശയത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് മാള പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഷോക്കേറ്റു മരിച്ചതായി പ്രാഥമിക നിഗമനത്തിലെത്തിയത്. കുഴൂർ എരവത്തൂരിൽ പശുഫാം ജീവനക്കാരനെ വൈദ്യുതാഘാതമേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. എരവത്തൂർ ഫോർച്യൂൺ ഗേറ്റ് ഓർഗാനിക് ഫാമിലെ ജീവനക്കാരനും ഒറീസ സ്വദേശിയുമായ അജിത് പന്നയാണ് മരിച്ചത്. ഇന്നലെ പുലർച്ചെ 2:45 ഫാമിലെ താമസമുറിയിൽ അനക്കമില്ലാതെ കിടക്കുന്ന നിലയിൽ കണ്ട അജിത്തിനെ സഹപ്രവർത്തകർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഫാമിൽ ജോലി ചെയ്യുന്ന മറ്റ് 2 അതിഥി തൊഴിലാളികളോടൊപ്പം ചേർന്ന് ഫാമിൽ നിന്ന് ഏകദേശം 300 മീറ്റർ അകലെയുള്ള പാടത്തിലെ തോട്ടിൽ രാത്രിയിൽ മീൻ പിടിക്കുന്നതിനായി 11 kV വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായി കറന്റ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തോട്ടിൽ കമ്പിയിട്ട് മുള ഉപയോഗിച്ച് 11 kV വൈദ്യുതി ലൈനുമായി കണക്ഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടെ അജിത്തിന് ഷോക്കേറ്റതായാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. അപകടത്തിനു പിന്നാലെ ഭയന്ന സുഹൃത്തുക്കൾ അജിത്തിനെ ഫാം ഹൗസിന് സമീപമുള്ള റൂമിലേക്ക് മാറ്റിക്കിടത്തുകയും ഹൃദയാഘാതമാണെന്ന് പറഞ്ഞ് സംഭവം മറയ്ക്കാൻ ശ്രമിച്ചതായും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ മാള പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് പോലീസ് അറിയിച്ചു. നിലവിൽ സംഭവത്തിൽ ദുരൂഹത ഒന്നുമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. മീഡിയ ടൈം, മാള. ചാലക്കുടിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങാൻ നിന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് തടയാൻ ശ്രമിച്ച യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. പ്രതി അറസ്റ്റിൽ. കറുകുറ്റി തേർക്കൂട്ടം വീട്ടിൽ അക്ഷയെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട ചെന്നേർക്കര ചെറുതുരുത്തിൽ പുത്തൻപുര വടക്കേതിൽ ജോബിൻ തോമസ് എന്നയാൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ ചാലക്കുടി ടൗണിലായിരുന്നു സംഭവം. ചാലക്കുടിയിലെ സ്ഥാപനത്തിലെ ജോലി കഴിഞ്ഞ് വീട്ടുകാരെ കാത്തു നിൽക്കുകയായിരുന്ന പെൺകുട്ടിയെ സ്ഥലത്തെത്തിയ അക്ഷയ് ശല്യം ചെയ്യുകയും ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇത് കണ്ട് തടയാൻ ശ്രമിച്ച ജോബിൻ തോമസിനെ അക്ഷയ് കൈവശം കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. ജോബിന്റെ വയറിന്റെ ഇടതുവശത്താണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ജോബിനെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ അജിത്, ലാലു, GSI ഉണ്ണികൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിജോ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, ചാലക്കുടി. ചാവക്കാട് സിനിമ സ്റ്റൈലിൽ കഞ്ചാവ് സംഘത്തെ പോലീസ് വളഞ്ഞിട്ട് പിടികൂടി. 2 പേർ പിടിയിൽ. 2 പേർ കനോലി കനാലിൽ ചാടി രക്ഷപ്പെട്ടു. ഇതിൽ ഒരാളെ പരിക്കുകളോടെ പിടികൂടി. പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതികളിൽ ഒരാൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഡാൻസ് ഓഫ് സംഘവും ചാവക്കാട് പോലീസും ചേർന്നാണ് കഞ്ചാവ് സംഘത്തെ വളഞ്ഞത്. തൃശൂരിൽ നിന്ന് കഞ്ചാവ് സംഘത്തെ പിന്തുടർന്നു വന്ന ഡാൻസ് ഓഫ് സംഘം ചാവക്കാട് പോലീസിന്റെ സഹായത്തോടെ ചാവക്കാട് പുതിയ പാലത്തിന് മുകളിൽ വച്ചാണ് കഞ്ചാവ് സംഘത്തെ വളഞ്ഞത്. ഉടൻ തന്നെ 2 പേർ കനോലി കനാലിലേക്ക് ചാടി. ഒല്ലൂർ സ്വദേശിയായ അനൂപ്, തൃശൂർ സ്വദേശികളായ അക്ഷയ്, ടിൻഡോ, കൊല്ലം സ്വദേശിയായ പ്രിൻഡോ എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതികളിൽ ഒരാൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
മീഡിയ ടൈം തൃശൂർ. പൊയ്യ പൂപ്പത്തി ചക്ക സംസ്കരണ ഫാക്ടറിയിൽ ശമ്പള കുടിശ്ശികയ്ക്ക് പരിഹാരമായി ഫാക്ടറിയിൽ താൽക്കാലിക ജീവനക്കാർക്ക് 2022 മാർച്ചിൽ നൽകേണ്ടിയിരുന്ന ശമ്പളമാണ് നൽകിയത്. സാമൂഹ്യ പ്രവർത്തകൻ ഷാൻഡി ജോസഫ് കൃഷിവകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ശമ്പള കുടിശ്ശിക വിതരണം ചെയ്തത്. 2022 ഏപ്രിൽ ഫാക്ടറി അടച്ചുപൂട്ടുന്ന സമയത്ത് മാനേജർ ഉൾപ്പെടെ 9 താൽക്കാലിക ജീവനക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മാർച്ച് 31-നാണ് ഫാക്ടറി അടച്ചുപൂട്ടിയെന്ന് തൊഴിലാളികളെ കോർപ്പറേഷൻ അറിയിച്ചത്. ഫാക്ടറി അടച്ചുപൂട്ടി 2 വർഷം കഴിഞ്ഞിട്ടും തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക നൽകാത്തത് സംബന്ധിച്ച് ആദ്യം കരുതലും കൈത്താങ്ങും അദാലത്തിലൂടെ ഷാൻഡി ജോസഫ് പരാതി നൽകി. പിന്നീട് ജില്ലാ ലേബർ ഓഫീസിൽ നിന്നും റിപ്പോർട്ട് വാങ്ങി തൊഴിൽ വകുപ്പ് മന്ത്രിക്കും കൃഷി വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് ശമ്പള കുടിശ്ശിക നൽകാൻ ഉത്തരവായത്. മാനേജർക്ക് 20,000 രൂപയും മറ്റുള്ള 8 തൊഴിലാളികൾക്ക് 72,000 രൂപയുമാണ് നൽകിയത്. മീഡിയ ടൈം മാള. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെയെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. വല്ലച്ചിറയിൽ വോട്ട് അസാധുവാക്കി ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല? വോട്ട് അസാധുവാക്കിയതിന് പിന്നിൽ ഒത്തുകളിയുണ്ടെന്നും മറ്റത്തൂരിൽ കോൺഗ്രസ് പ്രവർത്തകരെ പുറത്താക്കാനുള്ള ആർജവം കോൺഗ്രസ് കാണിച്ചിട്ടുണ്ടെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. മറ്റത്തൂരിൽ പാർട്ടിയുടെ ചില അംഗങ്ങൾ ചെയ്ത തെറ്റ് അത് അവരെ ബോധ്യപ്പെടുത്തുകയും പാർട്ടി ഈ കാര്യത്തിൽ എടുക്കേണ്ട സത്വര നടപടികൾ അപ്പം തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയെയും മണ്ഡലം പ്രസിഡന്റിനെയും അംഗങ്ങളെയും പാർട്ടി പുറത്താക്കിയിട്ടുള്ള സമാനമായ രീതിയിലാണ് ചൊവ്വന്നൂരിലും പാറളത്തും നടത്തിയത്. BJPയുടെ 1-ാം വാർഡ് അംഗം അനിത ശൈലേന്ദ്രൻ അവരുടെ വോട്ട് കരുതിക്കൂട്ടി അസാധുവാക്കുകയാണ് ഉണ്ടായത്. ആ അസാധുവാക്കലിലൂടെ CPMന്റെ രമാ പ്രകാശൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. എന്തുകൊണ്ട് ആ BJPയുടെ സഹായത്തോടു കൂടി പ്രസിഡന്റായ ആ രമാ പ്രകാശനെ രാജിവെപ്പിക്കാൻ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററും മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറായില്ല. അപ്പൊ അവർ സ്വീകരിക്കുന്ന നിലപാട് ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരന്റെ സമീപനമാണ്. ഞങ്ങൾക്ക് മനസ്സിലായി യഥാർത്ഥ പോക്കറ്റടിക്കാർ ആരാണെന്ന്. ആ സമീപനം മാറ്റാൻ ബഹുമാന്യനായ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും പിണറായി വിജയനും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള എരവത്തൂരിലെ ഫാമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒഡീഷ സ്വദേശിയുടെ മരണം വൈദ്യുതാഘാതമേറ്റാണ് തെളിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടെ താമസിക്കുന്ന 2 ഒഡീഷ സ്വദേശികളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ഒഡീഷ സുന്ദർഗഡ് സ്വദേശികളായ അമിത് ബദ്ര, ടെലിസ്ഫർ കുലു എന്നിവരെയാണ് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തത്. എരവത്തൂരിലെ ഫോർച്യൂൺ ഗേറ്റ് ഓർഗാനിക് ഫാമിംഗ് എന്ന പശു വളർത്തൽ കേന്ദ്രത്തിലെ തൊഴിലാളിയായ അജിത് പന്ന ആണ് മരണപ്പെട്ടത്. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ പുണ്യം ജീവകാരുണ്യ പദ്ധതിയുടെ റീ ലോഞ്ചിങ്, നഗരസഭാ കൗൺസിലർമാർക്ക് സ്വീകരണം, മുതിർന്ന വ്യാപാരികൾക്കുള്ള പെൻഷൻ വിതരണം എന്നിവ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TK ഷാജി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, TN രാമദാസ്, VM ജോണി, ട്രഷറർ KJ ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റ് PK സത്യശീലൻ എന്നിവർ നേതൃത്വം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉൾപ്പെടെയുള്ള 46 കൗൺസിലർമാർക്കും സ്വീകരണം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വടമ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം MK പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതിൽ കൃത്യമായി വാർഷിക റിട്ടേൺസ് കൊടുത്ത് രജിസ്ട്രേഷൻ പുതുക്കി അംഗത്വം നിലനിർത്തുന്ന സംഘടനകൾ ഏതൊക്കെ? രേഖാമൂലം നിയമസഭയ്ക്കകത്തുനിന്നും ചരിത്ര രേഖയായി കിടക്കുന്നത് 3 സംഘടനകളാണ് തൊഴിലാളികളുടെ പേരിൽ അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നും കൃത്യമായി റിട്ടേൺസ് കൊടുത്ത് അംഗത്വം നിലനിർത്തി പോരുന്ന പുതുക്കി വരുന്ന ഒരേ ഒരു സംഘടന അത് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഞാനും നിങ്ങളൊക്കെ അംഗമായിട്ടുള്ള AKTA എന്ന് പറയുന്ന സംഘടന. അതിനുശേഷം ക്ഷേമനിധി 94 പാസ്സായെങ്കിലും 97 നമുക്കതിലൊക്കെ ചേരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. 97 ചേരാൻ സാഹചര്യം ഉണ്ടായിരുന്നു വെച്ചാൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി വീണ്ടും നിരവധി പ്രക്ഷോഭ സമരങ്ങൾ നടത്തേണ്ടി വന്നു. അതിനുശേഷമാണ് നമുക്ക് തൊഴിലാളി ക്ഷേമനിധി ചേരാൻ കഴിയും.
യൂണിറ്റ് പ്രസിഡന്റ് രമ ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. മാള ഏരിയ സെക്രട്ടറി KK യൂസഫ്, ലിജി ബിജു, ബിന്ദു മനോഹരൻ, ജിഷ ശ്രീജിത്ത്, സീന സജീവൻ, വത്സ വിൽസൺ, സന്ധ്യ പ്രദീപ്, മഞ്ജുള എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിത ജോഷിയെ ചടങ്ങിൽ ആദരിച്ചു. പഴയകാല സ്കൂൾ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് എടവിലങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1995 ആത്മവിദ്യാലയം ബാച്ചിന്റെ സംഗമം മധുരിക്കും ഓർമ്മകൾ എന്ന പേരിൽ എടവിലങ്ങ് സ്കൂളിൽ നടത്തി. സംഗമത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഫോട്ടോഗ്രാഫർ KR സുനിൽകുമാർ നിർവഹിച്ചു. ജ്യോതി സുനിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഒസാപ്സ് പ്രസിഡന്റ് VM ബൈജു, PF ലോറൻസ്, RV അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. BRC മാളയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി ആളൂർ സെന്റ് JBC LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജെഫ്രിൻ ജെയ്സണിന്റെ ഭവനത്തിൽ ചങ്ങാരക്കൂട്ടം സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ് ജെഫ്രിനൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. മാള ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ P. ലിജു സ്നേഹോപഹാരം കൈമാറി. ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, വാർഡ് മെമ്പർമാരായ ലിജോ കണ്ണംകുന്നി, ലീബ രജീഷ്, പ്രധാന അധ്യാപിക സിസ്റ്റർ ലിറ്റിൽ റോസ്, സിസ്റ്റർ ആൻഡ്രിയ, അംഗൻവാടി ടീച്ചർ ഉഷകുമാരി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജിജോ PM എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചന്ദ്രാപിനി യൂണിറ്റ് കൺവെൻഷൻ നടത്തി. AKTA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി, EP ജെയിംസ്, TS ബേബി, ഹസീന, ഷേർലി സുരേഷ്, നസീറ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച AKTA മെമ്പർ ഗീത മോഹൻദാസിനെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. എടത്തുരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ 10ാം ഉദയ വേലാഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി അഭിഷേകം, എഴുന്നള്ളിപ്പ്, പാണ്ടിമേളം, കുടമാറ്റം, തീയാട്ടി എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കാളമുറി സെന്ററിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് വടക്കേടത്ത് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷീബ സതീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CJ ജോഷി, പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കൊച്ചുവീട്ടിൽ, PS ഷാഹിർ, ലുബ്ന ജിനൂബ്, രശ്മി ശ്രീജിത്ത്, സന്ധ്യ രവീന്ദ്രൻ, സീന ഇസ്മായിൽ, മണി ഉല്ലാസ്, PK സുകന്യ, PS മുഹമ്മദ് ഉല്ലാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ സൈന്ധവ കലാപീഠത്തിൽ ചെണ്ട, കുറുംകുഴൽ എന്നീ വാദ്യോപകരണങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ 4ാമത് ബാച്ചിന്റെ അരങ്ങേറ്റം തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നു. പുത്തൻവേലിക്കര വിജയൻ മാരാർ, കുഴൂർ കിരൺ എന്നിവരുടെ ശിക്ഷണത്തിൽ പഠനം പൂർത്തിയാക്കിയ 30 വിദ്യാർത്ഥികളാണ് വാദ്യകലാ ലോകത്തേക്ക് ചുവടുവച്ചത്. ചടങ്ങിൽ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാന്റെ പ്രതിനിധി സുരേന്ദ്രവർമ്മ രാജ ഭദ്രദീപം തെളിയിച്ചു. തൃക്കുലശേഖരപുരം അബിൻ, അജിത്, ശരത്, അജേഷ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കനത്ത ജാഗ്രതയിൽ തൃശൂർ പോലീസ്. അക്രമം, പിടിച്ചുപറി, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം എന്നിവ തടയാൻ പ്രത്യേക പദ്ധതി. 700 പോലീസുകാരെ ജില്ലയിൽ അധികമായി വിന്യസിച്ചു. എരവത്തൂരിലെ ഫാമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒഡീഷ സ്വദേശിയുടെ മരണം വൈദ്യുതാഘാതമേറ്റാണെന്ന് തെളിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടെ താമസിക്കുന്ന 2 ഒഡീഷ സ്വദേശികളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും ഉത്സവപ്പറമ്പിലെ പോക്കറ്റെടുക്കാരെ പോലെയെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. വല്ലച്ചിറയിൽ വോട്ട് അസാധുവാക്കി ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ലെന്നും ടാജറ്റിന്റെ ചോദ്യം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.